ഹലോ വെൽക്കം ടു അവർ ചാനൽ. ദിസ് ഈസ് സുരേഷ് വിത്ത് യു. ഇന്ന് നമ്മുടെ കുക്കിംഗ് സെഗ്മെൻറ്റിൽ നമ്മൾ ഉണ്ടാക്കുന്നത് മുരിങ്ങ പച്ചടി, മൊരിങ്ക ലീവ്സ് പച്ചടിയാണ്. അതിന് വേണ്ട ചേരുവകൾ ഓഫ് കോഴ്സ് മുരിങ്ങ ലീവ്സ്, പിന്നെ ഒരു കപ്പ് യോഗട്ട്, പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ട്, മസ്റ്റേർഡ് സീഡ്, കടുക്, വറ്റൽ മുളക്, പിന്നെ ഗ്രീൻ ചില്ലി. ഇത്രയുമാണ് ഇതിന് വേണ്ട പ്രധാന ചേരുവകൾ. അപ്പോൾ ഈ വറ്റൽമുളക് കൂടാതെ ഗ്രീൻ ചില്ലി നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. വറ്റൽമുളക് വറുത്തിടാനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രേറ്റഡ് കോക്കനട്ട് മുരിങ്ങയുടെ കൂടെ ഫ്രൈ ചെയ്യാനും അതുപോലെ അതിനെ കടുക് കൂട്ടി അരക്കാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പാനിൽ അല്പം ഓയിൽ എടുക്കണം. ഇപ്പോൾ പാന് ചൂടാകുമ്പം ഓയിൽ എടുക്കുന്നു. ഇത് കോക്കനട്ട് ബേസ്ഡ് ഒരു ഡിഷ് ആയതുകൊണ്ട് കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രേറ്റഡ് കോക്കനട്ട് ഇതിൽ നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ അത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഗോൾഡൻ ബ്രൗൺ ആയി. ഈ ഗ്രേറ്റഡ് കോക്കനട്ടിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങ ഇല അല്ലെങ്കിൽ മുരിങ്ങ ലീവ്സ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ പൊതുവേ എല്ലാം സ്പിനാഷൊക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ കുറച്ച് പൊങ്ങി കാണുമെങ്കിലും അത് ചൂട് വരുമ്പോൾ അത് കുറഞ്ഞിട്ട് ചെറിയ പോർഷനിലായിട്ട് മാറും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അല്പം വെള്ളം വേണ്ടിക്കൽ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. ഇതൊരു യോഗട്ട് ബേസ്ഡ് ആയതുകൊണ്ട് ഉപ്പ് കുറച്ച് അധികം ഇടുന്നത് നല്ലതായിരിക്കും. ഇത് കുക്കാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഗ്രേറ്റഡ് കോക്കനട്ടും 3 ഗ്രീൻ ചില്ലിയും, ഗ്രീൻ ചില്ലി 3 എന്ന് പറഞ്ഞാൽ അത് ആവശ്യത്തിന് ഉപയോഗിക്കുക. പിന്നെ മസ്റ്റാർഡ് സീഡും കൂടി നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായി മിക്സിയിൽ അരച്ചെടുത്തു. ഇതാണ് അതിൻ്റെ അരച്ചെടുത്ത മിശ്രിതം. നല്ല ഡ്രൈ ആയിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം, അധികം വെള്ളമാകാതെ. അപ്പോൾ നമ്മുടെ മുരിങ്ങ ലീവ്സ്, മുരിങ്ങയില നന്നായിട്ട് ഡ്രൈ ആയിട്ട് കുക്കായിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു തോരൻ വെച്ചതുപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടാറ്റി എടുക്കണം. അപ്പോൾ പാത്രത്തിൽ മാറ്റിയപ്പോൾ ചൂടാറുന്നതിന് മുമ്പേ നമുക്ക് അരച്ച അരപ്പുണ്ടല്ലോ, തേങ്ങ, മസ്റ്റാർഡ് സീഡ്, കടുക്, അതുപോലെ പച്ചമുളക് ചേർത്ത് അരച്ചത് നമുക്കതിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ആറണമെന്നില്ല. ആ സമയത്ത് ചൂടുള്ള സമയത്ത് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായി മിക്സായി. ഈ മിക്സായ ഈ മിശ്രിതത്തിൽ നമുക്ക് നമ്മൾ കരുതി വെച്ച 1 കപ്പ് യോഗട്ട് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് യോഗട്ടിലെ തൈര് മിക്സ് ചെയ്യാം. അത് കുറച്ച് കട്ടിയുള്ളതായാലും നന്നായി. ഇപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് സോൾട്ട് കുറവുണ്ടെങ്കിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഇതിനെ വറ്റൽമുളകും കടുകും അതുപോലെ കറിവേപ്പിലയും ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട്, എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് വറവ് ഇടണം. അപ്പോൾ കടുകിട്ടു, എല്ലാം റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് സാധാരണ നോർമൽ ഇതിൽ വറവിടുന്നു. അപ്പോൾ നമ്മുടെ മുരിങ്ങ ലീവ്സ് പച്ചടി, മുരിങ്ങയില പച്ചടി റെഡിയായിരിക്കുകയാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അതേപോലെ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ ഒക്കെ കഴിക്കാം. അപ്പോൾ നമ്മുടെ യമി മുരിങ്ങ ഇല പച്ചടി റെഡിയായിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ.
അപ്പോൾ പുതിയൊരു ഡിഷുമായി അടുത്ത ആഴ്ച വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.